ഇന്ത്യൻ പരമ്പരാഗത ശൈലിയിൽ കുങ്കുമതിലകം അണിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ സ്വീകരിച്ചു. വാദ്യഘോഷങ്ങൾ മുഴക്കി അഗ്നിയെ സാക്ഷിയാക്കി ചുവപ്പ് തിലകം നെറ്റിത്തടത്തിൽ അണിയിക്കുന്നത് അപശകുനങ്ങൾ ഒഴിവാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ദി ആർട്ട് ഓഫ് കോമ്പയറിംഗ് എന്ന ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. കോമ്പയറിംഗ് എങ്ങനെയാണ് മനോഹരമായി ചെയ്യുന്നത്, അതിന് ഉപയോഗിക്കേണ്ട ബോഡി ലാംഗ്വേജ് എത്തരത്തിലുള്ളവയാണ്, എത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് കോമ്പയറിംഗ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു പാഠഭാഗമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി നമ്മൾ ഇന്ത്യയിലെ പല ഇംഗ്ലീഷ് പുസ്തകങ്ങളിലും ആർട്ട് ഓഫ് കോമ്പയറിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിനകത്തുകൂടി ഒളിച്ചു കടത്തുന്ന ഒരു ഹിന്ദുത്വ അജണ്ട ഈ പാഠഭാഗത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരിൽ ആരുടെയും പരമ്പരാഗത ശൈലിയിൽ പെട്ടതല്ല നെറ്റിത്തടത്തിൽ സിന്ദൂരതിലകം അണിയിക്കുന്നത്. പക്ഷേ പാഠപുസ്തകം വഴി നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ത്യയുടെ പരമ്പരാഗത ശൈലി നെറ്റിത്തടത്തിൽ സിന്ദൂരമണിഞ്ഞ് ഗസ്റ്റുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, അത് അപശകുനങ്ങൾ അല്ലെങ്കിൽ ഈവിൾ ഐ ഉള്ളതിനെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി ഉള്ളതാണെന്നും പഠിപ്പിക്കുന്നു. ലോകം ChatGPT, ക്രിപ്റ്റോ കറൻസി തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഈവിൾ ഐ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി കുങ്കുമതിലക നെറ്റിത്തടത്തിൽ ഉപയോഗിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു പഠിപ്പിക്കൽ കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ കാണിച്ചു തരുന്നത് ഇന്ത്യക്കകത്ത് വരുന്ന ആളുകൾ മുഴുവനും അവരുടെ പുറത്തുനിന്ന് വരുന്ന അതിഥികളെ സ്വീകരിക്കുവാൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹിന്ദുത്വ രീതി ഉപയോഗിച്ചുകൊണ്ടെന്നുള്ള തരത്തിലാണ് പറഞ്ഞു തരുന്നത്. പെട്ടെന്ന് നമുക്ക് തോന്നും അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ലെന്ന്. പക്ഷേ എന്നാൽ ഇത് ഇത്തരത്തിലുള്ളൊരു പൊതുബോധം ഇവിടെ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരാകട്ടെ അവർക്ക് പോലും അവർ ഇത് പഠിപ്പിക്കുവാൻ നിയുക്തരാക്കപ്പെടുകയാണ് എന്നുള്ളതും ഇതല്ല ഇന്ത്യയുടെ പൊതുവായ കൾച്ചർ എന്നുള്ളതും തിരിച്ചു പറയുവാൻ ശക്തരാകാതെ ശക്തിയില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഉസ്താദ് സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. ഇനി ഇതങ്ങോട്ടൊന്ന് തിരിച്ചു പറഞ്ഞ് എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പൊതുബോധമാവുകയും മറ്റുള്ളവരുടെ ആചാരങ്ങൾ നമ്മളൊരു പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് മതബോധമാക്കി മാറ്റപ്പെടുന്നത് എങ്ങനെയെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളതിലുമധികം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശൈലിയിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്ന ഒരു വാക്ക് പാഠപുസ്തകത്തിൽ എഴുതി ചേർക്കുകയാണെങ്കിൽ അതിനെ ഒരു പൊതുബോധ നിർമ്മിതിക്ക് രുചിക്കുന്ന രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. കൊന്ത കയ്യിൽ എടുത്തുകൊണ്ട് റോസറി ഉരുവിട്ടുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ അതിഥികളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാലും നമുക്കതൊരു മതബോധമായി മാറും. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധമ്മം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പരമ്പരാഗത ശൈലിയിൽ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു മതബോധ വായനയാണ് വരുന്നത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കിടയിലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ആചാരങ്ങളെ എടുത്തുകൊണ്ടുവന്ന് ഇത് മുഴുവനും ഇന്ത്യയുടെ പൊതു ആചാരമാണെന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ 10-40 വർഷം മുൻപ് രചന പഠിപ്പിച്ചും കോമ്പസിഷൻ എഴുതിപ്പിച്ചും പശു ഒരു വളർത്തുമൃഗമാണ്, ഗായ് ഏക്ക് പാൽത്തു ജാൻവർ ഹേ, കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ എന്നൊക്കെ തരത്തിൽ പഠിപ്പിച്ച് പതിയെ പശുവിനെ ഒരു വിശുദ്ധ മൃഗമാക്കി മാറ്റി. ഇന്ത്യയിലെ ഒട്ടുമുക്കാലും ജനങ്ങൾക്ക് പശു ഒരു വെറും ആനിമൽ മാത്രമാവുകയും അതേസമയം വളരെ കുറഞ്ഞ ഒരു വിഭാഗം ആളുകൾ അതിനെ ഒരു ദൈവമായി കരുതുകയും ചെയ്യുമ്പോൾ ആ പൊതുബോധം ഇന്ത്യയിലെ വിശുദ്ധ മൃഗങ്ങളിൽ ഒന്നാണ് പശു എന്ന് മുഴുവൻ പാഠപുസ്തകങ്ങളിൽ കൂടെ പഠിപ്പിക്കുവാനും കാണിക്കുന്ന അധികാര പ്രമത്തതയുടെ മറ്റൊരു രൂപമാണ് ഇന്ത്യയുടെ പൊതു ആചാരമായി സിന്ദൂര തിലകം അണിയിക്കുന്നതും അപശകുനങ്ങൾ നീക്കം ചെയ്യുവാൻ വേണ്ടി ആ ചുവന്ന തിലകത്തിന് സാധിക്കുന്നു എന്നുള്ളതും
പറഞ്ഞ് പഠിപ്പിക്കുന്നതും. പൊതുബോധമല്ല, ശരിബോധം. താങ്ക് യു.